നമസ്കാരം, ഞാൻ അനീഷ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സബ്മേഴ്സിബിൾ സീവേജ് ഡീവാട്ടറിംഗ് പമ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പമ്പിന്റെ ടോപ്പ് ഭാഗം വരെയുള്ള വെള്ളം മാത്രമേ എപ്പോഴും പമ്പ് എടുക്കാറുള്ളൂ. അതിന് താഴോട്ടുള്ള വെള്ളം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എക്സാമ്പിൾ, ഇതൊരു നോർമൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡീവാട്ടറിംഗ് പമ്പാണ്, അല്ലെങ്കിൽ സ്ലറി പമ്പാണ്. കമ്പനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ട് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു പമ്പിന്റെ പോർഷന്റെ താഴെ എപ്പോഴും ഫുൾ ആയിട്ട് നിൽക്കണം. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് കൂളിംഗ്, ഇതിന്റെ കൂളിംഗ് ഫുള്ള് ഈ സബ്മേഴ്സിബിൾ ആയിട്ട് കിടക്കുന്ന സമയത്താണ് ഇതിന്റെ വൈൻഡിങ്ങും പമ്പിന്റെ കൂളിംഗ് നടക്കുന്നത്. ഇത് കൂളിംഗ് പോകുമ്പോഴത്തേക്കും പമ്പ് ഓവർ ഹീറ്റ് ആവും. അതായത് വെള്ളം താഴോട്ട് നമ്മളിപ്പോൾ ഫ്ലോട്ട് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഈ പമ്പ് വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഉണ്ടാകുന്ന ഹീറ്റ് കൂടുകയും, അതായത് കൂളിംഗ് നടക്കുന്നില്ല, ഹീറ്റ് ഇങ്ങനെ കൂടുകയും, ഹീറ്റ് കൂടി കഴിഞ്ഞിട്ട് ഇതിന്റെ വൈൻഡിങ് ബാൻ ഔട്ട് ആവുകയും ചെയ്യും. അതങ്ങനെ നോർമലി സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും ഈ ഫ്ലോട്ട് ഉപയോഗിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പമ്പിന്റെ ലെവലിൽ താഴോട്ട് പമ്പ് വർക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു പമ്പുണ്ട്. ആ പമ്പാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഇതൊരു ലൂബി ബ്രാൻഡിന്റെ LIS സീരീസിലുള്ള ഒരു പമ്പാണ്. അപ്പൊ ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ കാണിച്ച പമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ സക്ഷൻ പോർഷൻ ഈ ഒരു പോർഷൻ ആണെങ്കിൽ ഡെലിവറി പോർഷൻ ഇതാണ്. ഇവിടെയാണ് ഇതിന്റെ സക്ഷനും, ഇത് ഡെലിവറിയാണ്. ഇവിടെ കൂടെയാണ് ഇതിന്റെ വെള്ളം പോകുന്നത്. എന്നാൽ ഈ ഒരു പമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സക്ഷൻ പോർഷൻ എന്ന് പറയുന്നത് ഈ താഴെ ഈ നെറ്റ് കാണുന്ന ഈ ഒരു പോർഷനിലാണ് ഇതിന്റെ സക്ഷൻ വരുന്നത്. ഇതിന്റെ ഉള്ളിലൂടെയാണ്, ഇതൊരു സിലിണ്ടറിക് ആയിട്ടുള്ള ഒരു പമ്പാണ്. അപ്പൊ ഈ സിലിണ്ടറിന്റെ ഉള്ളിലൊരു ജാക്കറ്റാണ്. ഈ ജാക്കറ്റിനകത്തൂടെ കയറിയിട്ട് ഈ വെള്ളം വന്ന് ഇതിന്റെ പുറത്തൂടെ വെളിയിലോട്ട് പോകും. ഇതാണ് ഇതിന്റെ ഡെലിവറി പോർഷൻ. അതായത് ഇതൊരു സക്ഷൻ പോർഷനാണ്, ഇതൊരു ഡെലിവറി പോർഷനാണ്. ഈ കാണുന്ന ഇത് ഇതിന്റെ കേസിംഗ് ഇതൊരു ജാക്കറ്റ് പോലെ എഫക്ട് ചെയ്യും. ഇതൊരു ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള ഒരു മോഡലാണ്. നമ്മൾ ഈ കാണുന്ന ഈ ഡയഗ്രാമത്തിനകത്ത് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് കൊടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ സക്ഷൻ ഇവിടെ വരും. ഇതിന്റെ അകത്തൂടെയാണ് വെള്ളം ഈ പോകുന്നത്. ആ പോർഷനാണ് ഇത് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പമ്പിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ സക്ഷൻ പോർഷൻ ഇവിടെ ആയതുകൊണ്ട് തന്നെ ഈ വെള്ളം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിന്റെ പമ്പിന്റെ ലെവലിൽ ഈ ഒരു പോർഷനിലുള്ള വെള്ളവും നമുക്ക് ഇത് എടുക്കാൻ പറ്റും. ഏറ്റവും താഴെയുള്ള വെള്ളം വരെ നമുക്ക് ഈ പമ്പിലൂടെ ഡ്രെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം വെള്ളം ഇതിന്റെ ഉള്ളിലെ കേസിംഗിന്റെ ഉള്ളിൽ, വാട്ടർ ജാക്കറ്റിന്റെ ഉള്ളിലൂടെയാണ് പോകുന്നതുകൊണ്ട് ഈ വെള്ളം പോകുന്ന സമയത്ത് വൈൻഡിങ് കൂളായിക്കൊണ്ടേയിരിക്കും. ആ വെള്ളം കൂളാവുന്നതുകൊണ്ട് തന്നെ പമ്പ് ഡാമേജ് ആവാനോ അല്ലെങ്കിൽ വൈൻഡിങ് പോകാനോ ചാൻസ് ഇല്ല. ഏറ്റവും താഴെയുള്ള ഈ പോർഷനിൽ വരെയുള്ള വെള്ളം നമുക്ക് ഈ പമ്പിലൂടെ നമുക്ക് സക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. LIS സീരീസ് പമ്പിൽ 1.5 HP മുതൽ 20 HP വരെയുള്ള പമ്പുകൾ അവൈലബിൾ ആണ്. സിംഗിൾ ഫേസിൽ വന്നിട്ട് 1.5 HP മുതൽ 3 HP വരെയും, 3 ഫേസിൽ 1.5 HP മുതൽ 20 HP വരെയുള്ള പമ്പും അവൈലബിൾ ആണ്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഇത് 10 HP പമ്പാണ്. LIS 41035 എന്ന് പറയുന്നതാണ് ഈ ഒരു മോഡലിന്റെ പേര്. 10 HP ആണ് ഇതിന്റെ HP. അതുപോലെ ഇതിന്റെ ഡെലിവറി സൈസ് വന്നിട്ട് 100 mm, 4 ഇഞ്ചാണ് ഇതിന്റെ ഡെലിവറി സൈസ്. അതുപോലെ ഇത് 3 ഫേസ് പമ്പാണ്. ഇതിന്റെ മാക്സിമം ഹെഡ് എന്ന് പറയുന്നത് 36 മീറ്റർ ആണ് ഇതിന്റെ മാക്സിമം ഹെഡ്. മിനിമം ഹെഡ് നമുക്ക് ഇത് 4 മീറ്റർ തൊട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ മാക്സിമം ഡിസ്ചാർജ് എന്ന് പറയുന്നത് 100 m³ ആണ്. അതായത് 1,00,000 ലിറ്റർ ഒരു മണിക്കൂറിൽ ഇതിന് പമ്പ് ചെയ്യാൻ പറ്റും. ഏറ്റവും മിനിമം ഡിസ്ചാർജ് ഇതിന് 70 m³ ആണ്. അതായത് 70,000 ലിറ്റർ ഇതിന് നമുക്ക് മിനിമം ഡിസ്ചാർജ് കിട്ടും. അത് 19 മീറ്ററിൽ നമുക്ക് 70,000 ലിറ്റർ ഇതിനകത്ത് ഡിസ്ചാർജ് ചെയ്തിട്ടും. ഇത് ഡ്യൂട്ടി വന്നിട്ട് S1 ഡ്യൂട്ടിയാണ്, അതായത് ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് വെയിറ്റ് 76 ആണ്. LIS സീരീസിലുള്ള പമ്പുകളെല്ലാം തന്നെ ലൈറ്റ് വെയിറ്റിലുള്ള പമ്പുകളാണ്. LIS സീരീസ് പമ്പിന്റെ 1-2 കാര്യങ്ങൾ എടുത്തു പറയേണ്ടത്, ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി പമ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പമ്പാണ്. അതുപോലെ ഇതിന്റെ ഷാഫ്റ്റ് വന്നിട്ട് SS304 ആണ് ഇതിന്റെ ഷാഫ്റ്റ്. അതുപോലെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ഇമ്പലർ എന്ന് പറയുന്നത് ക്രോമിയം സ്റ്റീൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ഇമ്പലർ ആണ്. അത് നോൺ കൊറോസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കെമിക്കൽസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നും തന്നെ ഇതിന്റെ ഇമ്പലറോ ഷാഫ്റ്റോ ഒന്നും തന്നെ ദ്രവിച്ചു പോകത്തില്ല. അത്രയും അഡ്വാൻറ്റേജസ് ഈ പമ്പിനുണ്ട്. ഈ ഒരു പമ്പ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് മഴവെള്ളം, അല്ലെങ്കിൽ കലങ്ങിയ വെള്ളം, ചെളിവെള്ളം, അങ്ങനെയുള്ള വെള്ളങ്ങളാണ് നമുക്ക് ഇത് മാക്സിമം ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് ഇവിടെ സ്റ്റെയിനർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലൂടെ ഒരിക്കലും തന്നെ വേസ്റ്റ് കയറി പോകത്തില്ല. ഇങ്ങനെ നമുക്കൊരു ചെറിയ ചെളി വെള്ളങ്ങൾ മാത്രമേ ഇതിനകത്തൂടെ കയറി പോകാനുള്ള ചാൻസ് ഉള്ളൂ. വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പായി നിൽക്കും. അങ്ങനെ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ സീവേജ് പമ്പ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ സോളിഡ് ഹാൻഡ്ലിംഗ് സൈസ് വന്നിട്ട് ഒരു 20 mm അല്ലെങ്കിൽ 50 mm അങ്ങനത്തെ ഉള്ള ഓരോ സൈസ് അനുസരിച്ചുള്ള നമുക്ക് പമ്പുകൾ അവൈലബിൾ ആണ്. ഇതിനകത്ത് നമുക്ക് വേസ്റ്റ് വെള്ളം മാത്രമേ നമുക്ക് ഇതിനകത്ത് പമ്പ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പാടങ്ങളിൽ, അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ ക്വാറികളിൽ, അതുപോലെ തന്നെ മൈനിങ് സെന്ററുകളിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും കെമിക്കൽ ആക്ഷൻസ് നടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ വരുന്ന സ്ഥലങ്ങളിലുള്ള വെള്ളം, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ചെളി വെള്ളങ്ങൾ വരുന്നു കഴിഞ്ഞാലും നമുക്ക് ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് ക്രോമിയം സ്റ്റീലും അതുപോലെ തന്നെ SS-ന്റെ ഷാഫ്റ്റും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പമ്പിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സ്ക്രീനിൽ നമ്മുടെ ഡീറ്റെയിൽസും വാട്സപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ എല്ലാം ഡീറ്റെയിൽസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. സ്പെഷ്യൽ ആപ്ലിക്കേഷനിലുള്ള ഒത്തിരി പമ്പ്സ് നമ്മുടെ ലിസ്റ്റിലുണ്ട്, എല്ലാം വരിയായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.